വെൽക്കം ബാക്ക് ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്നറിയാമോ? ചക്കക്കുരു എങ്ങനെ കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഒരു ചക്ക തന്നെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അതിൽ ഒത്തിരി ചക്കക്കുരു ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ചുളയിൽ ഓരോ ചക്കക്കുരു എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ചക്കയിൽ എന്തോരം ചക്കക്കുരു ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ചക്കയിൽ മാത്രമല്ല കേട്ടോ, 4-5 ചക്കയിലെ ചക്കക്കുരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കുറച്ചധികം ചക്ക കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഞാൻ എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇനി ഇത് ഞാനൊരു ന്യൂസ് പേപ്പറിൽ ഒന്ന് വിടർത്തി വയ്ക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതൊന്ന് കഴുകി വെള്ളത്തിലൊന്ന് കഴുകി എടുക്കാം കേട്ടോ. കാരണം പൊടി മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാം. ഒന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇതിന് പുറന്തോട് കളഞ്ഞിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഞാനിതെന്താ വെച്ചാൽ നല്ല പോലെ 2 ന്യൂസ് പേപ്പർ ഒരുമിച്ചെടുത്ത് അതിൽ ഞാനൊരു വിടർത്തി വയ്ക്കുക ചെയ്തത്. ഇനി ഇത് 2 ദിവസം നമുക്ക് ഏതെങ്കിലും റൂമിൻ്റെ കോണിൽ വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് എടുക്കാൻ, അതായത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. ഒരിക്കലും നമ്മൾ പുറത്ത് വെയിലത്ത് വെക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത അതാണ്, വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലെ ആ ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നിട്ട് അതൊന്ന് ഉണങ്ങി വരികയാണ് വേണ്ടത്. അപ്പോൾ ഇത് 2 ദിവസം റെസ്റ്റ് ആണ് എടുത്തിട്ട് വന്നേക്കുന്നത്, അത് ഉണങ്ങി കിട്ടിയേക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമ്മളിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല പോലെ വെള്ളമൊക്കെ വാങ്ങി നല്ല ഉണക്കത്തിൽ തന്നെ കിട്ടി കേട്ടോ. ഇനി ഇതിൽ കുറേ നമുക്ക് പൊട്ടിയതും ചീത്തയായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നനഞ്ഞിരിക്കുന്നതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി അമ്മാതിരി ചീത്തയത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ സൂക്ഷിക്കാനുള്ളത് കൊണ്ട് നമ്മളിത് പൊട്ടിയതും ചീത്തയതൊക്കെ ഒന്ന് മാറ്റി തന്നെ വേണം കേട്ടോ. എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്ന കറികൾക്കൊന്നും നമ്മളിപ്പോൾ ചീത്തതൊന്നും എടുക്കരുത് കേട്ടോ. പൊട്ടിയതോ അങ്ങനെയൊക്കെ എടുക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളേ. അപ്പോൾ ഇത്ര തന്നെ ഞാൻ അത്യാവശ്യം ഞാൻ പെറുക്കിയപ്പോൾ കിട്ടി. ഇനി ഇത്രയൊന്നും പോരാ, ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നല്ലത് മാത്രമാണ് നമ്മൾ നല്ല ഉണങ്ങി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സാധനം മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുക. അതിന് ഞാൻ നമ്മളെ 50 പൈസ കിറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ. അത് ചെറിയ കിറ്റുകൾ ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് വലിപ്പം ഇതൊന്നും നോക്കണ്ട, കിറ്റുകൾ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഇങ്ങനെ നല്ലത് മാത്രം നമ്മൾ വാരി എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് ടൈം എടുത്ത് തന്നെ ചെയ്യണം. അതിന് ശേഷം ഇതിലെ എയർ മുഴുവൻ കളഞ്ഞ് നല്ല ടൈറ്റാക്കിയിട്ട് ഇതേപോലെ അങ്ങോട്ട് കെട്ടി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ എയർ ഒട്ടും പാടില്ല കേട്ടോ. നല്ല പോലെ എയർ കളഞ്ഞിട്ട് വേണം ഇതേപോലെ കെട്ടി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പോളിത്തീൻ കവർ എടുക്കുമ്പോൾ ഇതിന് ഫുള്ളായിട്ട് നിറച്ചിട്ട് എടുത്ത് വയ്ക്കരുത്. കുറച്ച് നിറച്ചിട്ട് ഇതേപോലെ കെട്ടി വയ്ക്കുകയാണ് നല്ലത്. ഒറ്റ ഇതിലാവുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയാവും. ഇതാവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എയറൊക്കെ കളഞ്ഞ് കെട്ടി വയ്ക്കുക. അങ്ങനെ എനിക്ക് 4-5 കവറിലേക്കുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി വന്ന ചീത്തയതൊക്കെ ഞാൻ കളഞ്ഞു. അപ്പം ഞാൻ ഇതൊരു ഭരണിയിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. വീട്ടിൽ 1-2 ഭരണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം ഫ്രീ ആക്കി അതിലേക്ക് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഭരണി തന്നെ വേണം എന്നില്ല. നമ്മൾക്ക് മൺകലങ്ങളുണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യാത്ത മൺകലങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായാലും ഇതേപോലെ എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഇത് എന്തെങ്കിലും വെച്ച് അടച്ച് വെച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഭരണിയുടെ മൂടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അടച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ കലമൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് മൂടി വെച്ചാൽ മാത്രം മതി. മൂടി വെക്കണം നിർബന്ധമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ എയർ ടൈറ്റൊക്കെ എയർ കളഞ്ഞ് നമ്മൾ കെട്ടി വെച്ചതാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ചക്കക്കാലം കഴിഞ്ഞാലും ചക്കക്കുരുവിൻ്റെ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാൻ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ചക്കക്കുരു. കുട്ടികൾക്കൊക്കെ നമുക്കിത് വേവിച്ച് കൊടുക്കാം അല്ലെങ്കിൽ വറുത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.